എല്ലാവർക്കും ട്രേഡേഴ്സ് എഡ്ജിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബിഗ് പ്ലേയേഴ്സ് അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യുന്ന ഓപ്ഷൻ ബയേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെയും. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ബയേഴ്സ് മെയിൻലി മൊമെൻറ്റം ക്യാച്ച് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നവരാണ്, അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നവരാണ്. ഓപ്ഷൻ സെല്ലേഴ്സ് തീറ്റാറ്റിക്കയുടെ ബെനിഫിറ്റ് ഉപയോഗിച്ച് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നവരാണ്. ഓപ്ഷൻ ബയേഴ്സിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബയേഴ്സ് ഔട്ട് ഓഫ് ദ മണി ചെറിയ പ്രീമിയത്തിലുള്ള സ്ട്രൈക്ക് ബൈ ചെയ്തിട്ട് മെയിൻലി എക്സ്പയറി ഡേക്ക് ഒരു വലിയൊരു മൊമെൻറ്റം എക്സ്പയറി ഡേയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. മെയിൻലി അവർ സ്പെക്കുലേറ്റേഴ്സാണ്. ഇതൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെയാണ്. ചിലപ്പോൾ കിട്ടുമായിരിക്കും. മെയിൻലി സ്പെക്കുലേറ്റേഴ്സാണ്, കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ അറ്റ് ദ മണിയിലും ഇൻ ദ മണിയിലും ഓപ്ഷൻ ബൈ ചെയ്യുന്നവരുണ്ട്. അറ്റ് ദ മണിയിൽ ചെയ്യുന്നവരും ഓൾമോസ്റ്റ് സെയിം ആണ്, കാരണം തീറ്റ ഡിക്ക കൂടുതലായിരിക്കും അറ്റ് ദ മണിയിൽ, പ്രീമിയം ഡി കെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻ ദ മണിയിൽ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഓപ്ഷൻ സെല്ലേഴ്സിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് ദ മണി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ, കാരണം ഓപ്ഷൻ സെല്ലേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി പ്രോഫിറ്റ് ആവാനുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഔട്ട് ഓഫ് ദ മണിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. മെയിൻലി ഒരു എക്സ്പയറി ഡേ ഒക്കെ ആണെങ്കിൽ ആ പ്രീമിയം തീറ്റ ഡിക്ക് മൂലം സീറോ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലും അയൺ കോണ്ടർ പോലത്തെ സ്ട്രാറ്റജിയാണ്. പൊസിഷണൽ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവർ, മീൻസ് ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ. പിന്നെ ഔട്ട് ഓഫ് ദ മണി എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. പിന്നെ കൂടുതലും ഓപ്ഷൻ റൈറ്റേഴ്സ്, കുറച്ചും കൂടി ബിഗ് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, അവർ ഷോർട്ട് സ്ട്രാഡിലും അതുപോലെ തന്നെ അയൺ കോണ്ടറും പോലത്തെ സ്ട്രാറ്റജി യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഷോർട്ട് സ്ട്രാഡിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. ഷോർട്ട് സ്ട്രാഡിൽ അറിയാലോ, അത് അറ്റ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഒരേ ടൈമിൽ സെല്ല് ചെയ്തിട്ട് രണ്ട് പൊസിഷൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഏത് പൊസിഷനാണ് സ്റ്റോപ്പ് ലോസ് കട്ടാവുന്നത് നെക്സ്റ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കുന്നവരാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സിൽ അറ്റ് ദ മണി സെല്ല് ചെയ്തുകൊണ്ട് ഷോർട്ട് ടൈം മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യുന്നവരുണ്ട്. അതിൽ അറ്റ് ദ മണി എന്തുകൊണ്ടാണ് അവർ സെല്ല് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ മണിക്ക് തീറ്റ ഡിക്ക് കൂടുതലായതുകൊണ്ടും പിന്നെ മൊമെൻറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ മൊമെൻറ്റം ക്യാച്ച് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് മൊമെൻറ്റം ക്യാച്ച് ചെയ്തതിന് ശേഷം അവർ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബയേഴ്സ് ഓൾ ദ ടൈം ലൂസിങ് ട്രേഡുകളായിരിക്കും. അപ്പോൾ വിന്നിങ് ട്രേഡുകൾ വരുമ്പോൾ അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും, പക്ഷേ ലൂസിങ് ട്രേഡുകളിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ശരിയായിട്ടുള്ള റിസ്ക് റിവാർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് ഒരു റൂൾസൊക്കെ പാലിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവാൻ സാധിക്കുന്നതാണ് ഓപ്ഷൻ ബയേഴ്സിൽ, ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഓപ്ഷൻ ബൈയിങ് കുറച്ച് റിസ്ക്കിയാണ്, അതുകൂടി മനസ്സിലാക്കുക. ഓപ്ഷൻ സെല്ലേഴ്സ് എപ്പോഴും വിന്നിങ് ചാൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഇതിലൊരു ഈ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു വീക്കിലി 1% അല്ലെങ്കിൽ മന്ത്ലി ഒരു ചെറിയ പെർസെൻറ്റേജൊക്കെ അവർ ഏൺ ചെയ്യുള്ളൂ. അപ്പോൾ അവർക്കൊരു ലൂസിങ് ട്രേഡ് വന്നാൽ, സപ്പോസ് നമുക്കൊരു പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ലൂസിങ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് ഒരു ഹ്യൂജ് മണി ലോസ് ആവും. ചിലപ്പോൾ അവർ ഒരു 2 മന്ത്സോ 3 മന്ത്സ് കൊണ്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എക്സ്പയറി ഡേയിലും വരുന്ന വലിയ മൂവ്മെൻറ്റും നമുക്കറിയാലോ, അതും അവർക്ക് ഹ്യൂജ് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്, നമുക്ക് അറിയാം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ വോളറ്റൈല് മിക്കവാറും എക്സ്പയറി ഡേയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ദിവസം എക്സ്പയറി ഉള്ളത്, എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ട്. തിങ്കളാഴ്ച മിഡ് ക്യാപ്പ്, ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റി, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി, വ്യാഴാഴ്ച നിഫ്റ്റി, വെള്ളിയാഴ്ച സെൻസെക്സ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അവർ എല്ലാ എക്സ്പയറിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്കൊരു ചില ദിവസങ്ങളുണ്ടാവുന്ന ഹ്യൂജ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചില ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം നിഫ്റ്റിയുടെ എക്സ്പയറി ഒക്കെ വരുന്ന ചില ദിവസങ്ങളിൽ നമുക്കറിയാം 2 രൂപ പ്രീമിയം ഉള്ള ഓപ്ഷൻ്റെ ഒരു സ്ട്രൈക്ക് പ്രൈസ് അതൊരു 180-200 വരെയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 15 റുപ്പീസുള്ള
അതായത് വെനസ്ഡേ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി 15 റുപ്പീസ് ഉള്ള പ്രീമിയം അത് 500 റുപ്പീസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഒരു സഡൻ 1 മിനിറ്റിലോ 2 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റ്സിലോ അല്ലെങ്കിൽ 15 മിനിറ്റ്സിലൊക്കെ സംഭവിക്കുന്നത്? അതൊരു ഹ്യൂജ് ലോസാണ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ചെറിയ പെർസെൻറ്റേജാണ് അവർ ഏൺ ചെയ്യുന്നത്. അപ്പോൾ അവരൊരു വീക്കിലി 1% ഒക്കെ മാക്സിമം അല്ലെ അതിൽ താഴെയായിരിക്കും ഈ പറയുന്ന ഓപ്ഷൻ സെല്ലേഴ്സ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ അവർ ഇതുവരെ ഏൺ ചെയ്ത പ്രോഫിറ്റ് എല്ലാം അവർക്ക് ലോസായി പോകും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ബിഗ് മണീസ് ഇവരുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 3 മാസങ്ങൾക്ക് മുന്നേ അറിയാം മില്ലേനിയം അമേരിക്കൻ ഹെഡ്ജ് ഫണ്ടായിട്ടുള്ള മില്ലേനിയം ഹെഡ്ജ് ഫണ്ട് ജെയിൻ സ്ട്രീറ്റിനെതിരെ ഫയൽ ചെയ്തിട്ടുള്ള കേസ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചൊരു 3 മാസങ്ങൾക്ക് മുന്നായിട്ട് എല്ലാവരും ഈ ന്യൂസുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവർ ഒരു വർഷം, അതായത് മില്ലേനിയം ഹെഡ്ജ് ഫണ്ട് ഒരു വർഷം ഏൺ ചെയ്യുന്നത് 1 ബില്യൺ റവന്യൂ ആണ്. അത് എവിടെ നിന്നാണ്? ഇന്ത്യൻ ഡെറിവേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ മെയിൻലി ഓപ്ഷൻസ്, ഇൻഡെക്സ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്തിട്ടാണ്. കാരണം ഇൻഡെക്സ് ഓപ്ഷനിലാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. സ്റ്റോക്ക് ഓപ്ഷനിൽ അത്ര ലിക്വിഡിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ട് 1 ബില്യൺ US അത് ഏകദേശം 8,000 ഇന്ത്യൻ ക്രോർസ് 8,000 ക്രോർസ് ഇന്ത്യൻ റുപ്പീസ് വരും. അപ്പോൾ ഒരു ഹെഡ്ജ് ഫണ്ട് ഇത്രയും എമൗണ്ട് ഒരു വർഷം റവന്യൂ ഇന്ത്യൻ ഡെറിവേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്കറിയാം ബാക്കി എത്രയോ FISും DASും ഉണ്ട്, എത്ര ഹെഡ്ജ് ഫണ്ടുകളുണ്ടെന്നുള്ളത്. അപ്പം മെയിൻലി ഇവരുടെ ഒരു അജണ്ട അല്ലെങ്കിൽ ഇവരുടെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെയ്യുന്നത് ആൽഗോ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഒരു നല്ലൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട്, നല്ലൊരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തിട്ട് ആൽഗോസ് ട്രേഡിംഗ് മൂലമാണ് അവർ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓപ്ഷൻ ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ അവരൊരു ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് ചാർട്ടിൽ നോക്കി അനലൈസ് ചെയ്യാം. അപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടാണ്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു മാർക്കറ്റ് ഒരു എക്സ്പയർ ഡേ ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ ഒരു അപ്പ് സൈഡിലേക്കാണെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഓരോരോ സിങ്ങുകൾ എടുത്തിട്ട് അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ടൈം ഒരു 1:30 ഒരു 2:30 ആയെന്ന് സപ്പോസ് വിചാരിക്കുക. അപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് അവർ എങ്ങനെയായിരിക്കും? ഓരോ സിങ്ങിന് ശേഷവും അവർ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതും അവർ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് അത് സീറോ ആവാനുള്ള ചാൻസ്, തീറ്റടിക്കുമ്പോൾ സീറോ ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പൊസിഷനിലെല്ലാം ഓപ്ഷൻ സെല്ലേഴ്സ് അവർ ചെറിയ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ചെറിയ ഓപ്ഷൻസ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു പൊസിഷനിലെത്തി ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടെ ഒന്ന് ചെറുതായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 2 o'clock ആയെന്ന് നമ്മൾ വിചാരിക്കുക. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഈ ഹെഡ്ജ് ഫണ്ടുകൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിനുള്ള, അതായത് നമുക്കറിയാം ഇവിടെയുള്ള പുട്ട് ഓപ്ഷൻ്റെയൊക്കെ പ്രീമിയത്തിൻ്റെയൊക്കെ റേറ്റ് എത്രയായിരിക്കും? ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, 10 റുപ്പീസ് 15 റുപ്പീസ് 20 റുപ്പീസ് അങ്ങനെയുള്ള ഏറ്റവും കുറഞ്ഞ ഔട്ട് ഓഫ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും, അതുപോലെ തന്നെ ഇതെല്ലാം ഇൻ ദ മണിയിൽ വരുന്ന കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഹ്യൂജായിട്ട് അവർ ഔട്ട് ഓഫ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക, അതുപോലെ തന്നെ ഇൻ ദ മണിയിലുള്ള കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് സഡൻലി ഫാളാവുകയും ഇവിടെ എല്ലാം സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ പുട്ട് റൈറ്റ് ചെയ്തിരിക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുകയും മാർക്കറ്റ് ഏകദേശം ഈ പൊസിഷനിലൊക്കെ വന്ന്
എക്സ്പയർ ആവുകയും ചെയ്യും. അതായത് എവിടെയാണ് ഓപ്പൺ ചെയ്ത് ഓൾമോസ്റ്റ് ആ പൊസിഷനിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും ഒരു ഈ പറയുന്ന സിനാരിയോ സംഭവിക്കുന്നത് വളരെ ചുരുങ്ങിയ ടൈമിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് സ്റ്റോപ്പ് ലോസ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഒരു 2 o'clock 2:30 ശേഷം നല്ല രീതിക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ബാരിയറായിട്ട് നിൽക്കും, നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. അതിന് താഴത്തോട്ട് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർ കൂടുതൽ ഔട്ട് ഓഫ് ദ മണി സെല്ല് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ ഇവരെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരും. അപ്പോൾ ഇവർക്കൊരു ഹ്യൂജ് ലോസാണ് പർട്ടിക്കുലർ ഈ പീരീഡിൽ നടക്കുന്നത്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, ഇത്രയും ബാങ്ക്സിൻ്റെ ഒരു വെയിറ്റേജ് നോക്കി കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഒരു 80% ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഒരു ഷോർട്ട് സെല്ല്, അതായത് ഓരോ സ്റ്റോക്കുകളിലും ഒരു ഇത്ര ക്രോഡ്സ് വെച്ചിട്ട് അവർ ഷോർട്ട് സെല്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് താഴെ വരും. ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് താഴെ വരുമ്പോൾ നിഫ്റ്റി താഴെ വരും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഇൻഡെക്സിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ നിഫ്റ്റിയിലും ഉണ്ട്. പിന്നെ ഓവറോൾ മാർക്കറ്റ് ബെയറിഷ് ആയിക്കഴിഞ്ഞാൽ വേറെ ഇൻഡെക്സുകളും താഴെ വരും. അപ്പം ഇങ്ങനെ സ്റ്റോക്കുകളിൽ, അതായത് ക്യാഷ് മാർക്കറ്റിൽ സ്റ്റോക്കിൽ ഷോർട്ട് സെല്ല് ചെയ്തിട്ട് മാർക്കറ്റിനെ താഴെ കൊണ്ടുവരും. അപ്പോൾ നമുക്കറിയാം, ഒരു ഷോർട്ട് സെല്ല് ചെയ്യുന്നവർ, അവരൊരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, അവർ സഡൻലി ഒരു ഇത്ര ക്രോഡ്സ് ഇൻവെസ്റ്റ് ചെയ്യില്ല. അവരൊരു ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് സപ്ലൈ റൂൾ പ്രകാരം മാർക്കറ്റ് നേരെ താഴത്തോട്ട് വരും. അപ്പോൾ അവർക്ക് അവിടെ ഹ്യൂജ് ലോസ് വരും. ആക്ച്വലി അവിടെ അവർക്ക് ലോസ് വരും എന്നുള്ള സത്യമാണ് ക്യാഷ് മാർക്കറ്റിൽ ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ. പക്ഷേ ഈ ഒരു പോർഷനിൽ, അതായത് ഈ ഇൻഡെക്സ് ഓപ്ഷനിൽ അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് അവർ ഏൺ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞത് ക്യാഷ് മാർക്കറ്റിലാണ്. ഇപ്പോൾ HDFC ICICI ഒക്കെ സ്റ്റോക്കിൽ അത് ക്യാഷ് മാർക്കറ്റാണ്, അതിൽ എക്സ്പയറി ഒന്നുമില്ല. അത് തിരിച്ച് താഴെ നിന്ന് അവർ ബൈ ചെയ്തിട്ട് അതൊരു പൊസിഷനിലേക്ക് ഒരു വീക്കിലോ അല്ലെങ്കിൽ 2 വീക്സിലോ അല്ലെങ്കിൽ 1 മന്ത് 2 മന്തിന് ശേഷം അത് തിരിച്ചു വരും. അപ്പോൾ അവർ അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇതാണ് നിലവിൽ നടക്കുന്ന ഒരു സിനാരിയോ. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സെബി ചെയ്യുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള സിനാരിയോകൾ സംഭവിക്കുന്ന മാർക്കറ്റ് ഇത്ര വോളറ്റൈലായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിലൊക്കെ സെബി എന്തെങ്കിലും റൂൾസ് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ കൊണ്ടുവരുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഓപ്ഷൻ ബൈ ചെയ്യുന്നവരായാലും ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ഈ ബിഗ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ടിൻ്റെ ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് എന്നും സംഭവിക്കില്ല. ഇത് വൺസ് ഇൻ എ വൈൽ, അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ, ഇത് ഒരു 3 months 2 months ഒക്കെ മുന്നേ നടന്നിരുന്ന സിനാരിയോ ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എല്ലാ ദിവസവും ഇൻഡെക്സ് ഓപ്ഷനിൽ ഓരോരോ എക്സ്പയറി വന്നതിന് ശേഷം ഇത് ഇപ്പോൾ ഒരു മന്ത്ലി വൺസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഗ് പ്ലേയേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നതെന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സിനാരിയോ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂൾസിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ആകെ ചെയ്യാവുന്ന വെച്ചാൽ നമുക്ക് ഒരു റൂൾസ് ഉണ്ടാക്കിയിട്ട് ആ റൂൾസിൽ സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കുക. അപ്പോൾ ആ റൂൾസ് പാലിച്ചുകൊണ്ട് സ്റ്റിക്ക് ഓൺ ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് ഡെയിലി നമ്മൾ ലോസ് ആക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട്, എല്ലാത്തിനും ലിമിറ്റേഷൻ വെച്ചിട്ട് നല്ല ഇതിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള സിനാരിയോകളെ കുറച്ച് അവെയർ ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് ഞാൻ ഇനി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.